നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിൽ 3 ഇടങ്ങളിൽ നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA, 3 പേർ പിടിയിൽ. കാസർഗോഡ് കുമ്പളയിൽ വീടിന്റെ മതിലിടിഞ്ഞു. കുമ്പള കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GLP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണൽ. കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം വലിയ പറമ്പ ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ നടന്നു. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിൽ 3 ഇടങ്ങളിൽ നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA, 3 പേർ പിടിയിൽ. ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായാണ് വൻ രാസലഹരി ശേഖരവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി വൻ മയക്കുമരുന്ന് ശേഖരവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരേ ദിവസം തന്നെ നടത്തിയ റെയ്ഡിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഇന്ന് നടത്തിയ 3 റെയ്ഡുകളിലായി ആകെ 44.06 ഗ്രാം MDMAയും ലഹരി വിൽപ്പന നടത്തിയതിന് ലഭിച്ച പണവും വാഹനങ്ങളും ഡിജിറ്റൽ ത്രാസുകളും പോലീസ് പിടിച്ചെടുത്തു. ഇന്ന് പുലർച്ചെ ബദിയടുക്ക സബ് ഇൻസ്പെക്ടർ രൂപേഷ് ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ റെയ്ഡ് നടന്നത്. ബദിയടുക്ക മുള്ളേരിയ റോഡിലെ എമിറേറ്റ്സ് കാർ വാഷ് സ്ഥാപനത്തിന് സമീപം ബൈക്കിൽ നിൽക്കുകയായിരുന്ന പുത്തികെ എടനാട് സ്വദേശിയായ മുഹമ്മദ് ഹനീഫ എ എന്ന കാക്ക ഹനീഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസും പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ പ്രതിയുടെ പോക്കറ്റിൽ മാരക രാസലഹരിയായ 28.99 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 29,500 രൂപയും കടത്താൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 3:35 കുമ്പള പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എടനാട് ഗ്രാമത്തിലെ സീതാങ്കോളി ഉളിയത്തെടുക്ക റോഡിലുള്ള കണ്ണൂർ സ്ക്വയർ കെട്ടിടത്തിന്റെ 2ാം നിലയിലെ മുറിയിൽ നടത്തിയ റെയ്ഡിലാണ് കാസർഗോഡ് അങ്കടിമുഗർ മുഗു റോഡ് ഉറുമിയിലെ റഫീഖ് മൻസിലിൽ താമസിക്കുന്ന ഷബീർ അലി പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11.97 ഗ്രാം MDMA കുമ്പള പോലീസ് പിടികൂടി. ഇന്ന് രാവിലെയാണ് 3ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പള്ളിക്കര കല്ലിങ്കൽ സ്വദേശിയും ഇപ്പോൾ പനയാൽ മൗവലിലെ ഇസ്മായിൽ ഹാജി ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഷാഹുൽ ഹമീദ് കെ ആണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ സബ് ഇൻസ്പെക്ടർ അഖിൽ സെബാസ്റ്റ്യനും സംഘവും രാവിലെ 9:05 ഇവിടെ പരിശോധന നടത്തിയത്. കിടപ്പുമുറിയിലെ അലമാരയിൽ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കണ്ടെത്തി. ഇത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിലാക്കിയ നിലയിൽ 3.1 ഗ്രാം MDMAയും ഒരു പൊട്ടിയ ഗ്ലാസ് ട്യൂബും കണ്ടെടുത്തത്. കൂടാതെ മയക്കുമരുന്ന് തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡിജിറ്റൽ ത്രാസും പാക്ക് ചെയ്യാനുള്ള 50ഓളം ചെറിയ പ്ലാസ്റ്റിക് കവറുകളും ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികൾക്ക് ലഹരിമരുന്ന് എത്തിച്ചു നൽകുന്ന അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയെക്കുറിച്ചും ഇതിന്റെ പ്രധാന ഉറവിടങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 44 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 49 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുമ്പളയിൽ വീടിന്റെ മതിലിടിഞ്ഞു. കുമ്പള കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗങ്ങളില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും.
പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്ന 2026 ജൂൺ 9 തീയതി അർദ്ധരാത്രി 12 മണിക്ക് മുമ്പായി എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറിൽ പ്രവേശിക്കേണ്ടതാണ്. നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31 അർദ്ധരാത്രി 12 മണിക്ക് ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടുവാൻ പാടുള്ളൂ. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി ചൊവ്വ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. കൂടാതെ മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ 1000-കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100-ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GLP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തുടങ്ങി പലവിധ കാരണങ്ങളാൽ കടുത്ത ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 1927 ജനുവരി 1-നാണ് ഉദ്യാവർ തോട്ട GLP സ്കൂൾ ആരംഭിച്ചത്. തലമുറകളായി ആയിരക്കണക്കിന് പേർക്ക് വിദ്യ പകർന്നു നൽകി 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ സ്കൂൾ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ കെട്ടിടവും സ്ഥലവും. വഖഫ് ഉടമസ്ഥതയിലായതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ ഹാൾ മാതൃകയിലുള്ള കെട്ടിടം തട്ടികൾ വെച്ച് തിരിച്ച 4 ക്ലാസ് മുറികളാണ് ഇവിടെയുള്ളത്. ഒരു മുറി അങ്കണവാടിക്കായി പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 3 മുറികളിൽ ഒന്നിൽ സ്കൂൾ ഓഫീസും ഒരു ക്ലാസ് മുറിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ശൗചാലയമാണുള്ളത്. അതാകട്ടെ തൊട്ടടുത്ത മദ്രസയുടേതാണ്. വിദ്യാലയത്തിലേക്കും അങ്കണവാടിയിലേക്കും വെള്ളമെടുക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്ന്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഓടുമേഞ്ഞ ചെറിയ ഒരു ഷെഡാണ് അടുക്കള. നിന്നുതിരിയാൻ ഇടമില്ലാത്ത ഇവിടെ നിന്നാണ് അങ്കണവാടിയിലേക്കും സ്കൂളിലേക്കും ഭക്ഷണം പാചകം ചെയ്യുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പോലും സർക്കാർ സഹായം ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. താൽക്കാലിക ഫിറ്റ്നസിലാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. 100 വർഷം പഴക്കമുള്ള GMLPS ഉദ്യാവര തോട്ടാണ് മഞ്ചേശ്വരത്ത്, കാസർഗോഡ് ജില്ലയിലെ ഒരു ഏക മുസ്ലിം കന്നഡ വിദ്യാലയമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 100 വർഷമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഫിറ്റ്നസ് താൽക്കാലികമായിട്ട് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. ഈ 6-ാം പ്രവൃത്തി ദിനത്തിലും ഇന്ന് ഞങ്ങളുടെ ഒരു നെട്ടോട്ടെന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഇല്ലാതെ എങ്ങനെ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാരും ഇവരൊക്കെ സഹകരണമുണ്ട്, പഞ്ചായത്തിൻ്റെ സഹകരണമുണ്ട്. അവരൊക്കെ അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടുണ്ട് നമ്മളൊന്നിച്ച്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടണമെങ്കിൽ അപ്പോൾ വന്നിട്ട് അത് നോക്കിയിട്ട് ഫിറ്റ്നസ് തരണം. അപ്പോൾ അവർക്ക് ഈ ബിൽഡിങ് കണ്ടാൽ ചിലപ്പോൾ പേടിയാവും. അതുകൊണ്ട് അവർ ഫിറ്റ്നസ് തരാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കിത് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിന്നും നമുക്ക് വേണ്ടിയ സഹകരണം കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിലവിൽ 1 മുതൽ 4 വരെ 26 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. നിർധന കുടുംബങ്ങളിലെ കുട്ടികളാണ് പഠിക്കുന്നവരിലേറെയും. സ്കൂൾ വാഹന സൗകര്യമില്ലാത്തതിനാൽ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കാരണം വലിയ ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. അതിനാൽ വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. എണ്ണക്കമ്പനികൾ ദിനംപ്രതി ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തി.
സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും ധർണാ സമരം സംഘടിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ 1 ലിറ്റർ ഡീസലിന് 8 രൂപ വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കരിനിയമം പിൻവലിക്കുക. ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ദിനം 8 രൂപയിലധികം ഇന്ന് ഡീസൽ ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇനിയും വർദ്ധിപ്പിക്കും എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ നാമമാത്രമായ യാത്രക്കാരെ വെച്ചുകൊണ്ട് നമുക്ക് ഈ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഭാഗത്തെ കൊടുക്കുന്ന KSRTC ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ്സിന് അങ്ങനെയുള്ളൊരു ആനുകൂല്യങ്ങൾ ഇതുവരെയായി സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് അടക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെർമിറ്റ് പുതുക്കണമെങ്കിൽ KSRTCയുടെ അനുവാദപത്രം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളമുള്ളത്. ഈ വ്യവസായം നിലനിന്നാൽ മാത്രമേ സാധാരണക്കാരനായ യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റാനും യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള സർവീസ് നടത്താനും സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. 34,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്ന കേരളത്തിൽ ഇന്ന് നാമമാത്രമായി 8,000-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ആ ബസ്സുകൾ പോലും സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൻ്റെ ഈ കഠിനമായ നിയമത്തിൽ ഈ ഡീസൽ വില വർധനവ് എത്രയും പെട്ടെന്ന് പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ ബസ് സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റി അംഗം CA മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന കമ്മിറ്റി അംഗം AV പ്രദീപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PV പത്മനാഭൻ, സുബ്ബണ്ണ ആൾവ, രാജേഷ് U, KN ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളിലെ പകുതിയിലധികം വരുന്ന സ്ത്രീ യാത്രക്കാർ സ്വാഭാവികമായും അതിലേക്ക് മാറുമെന്നും സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ അടിക്കുവാനുള്ള വരുമാനം പോലും ലഭിക്കാതെ സർവീസ് നിർത്തിവെക്കുവാൻ നിർബന്ധിതമാകുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണം. KSRTCയും സ്വകാര്യ ബസ് മേഖലയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഗതാഗത നയം രൂപീകരിക്കണമെന്നും കാസർഗോഡ് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണലൊരുക്കി കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം. വലിയ പറമ്പ ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ നടന്ന പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണലൊരുക്കി കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം വലിയപറമ്പ ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ നടന്നു. കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി വെക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ വികാസത്തിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പി പോലുള്ള അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ ആകമാനമുള്ള സേവനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഈ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റവും നന്നായി ഒരുപക്ഷെ കാസർഗോഡ് ജില്ലക്കകത്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഒരധ്യാപിക എന്നുള്ളത് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊക്കെ തന്നെ പറയാം, 5 കുട്ടികൾക്ക് ഒരധ്യാപിക
ഭിന്നശേഷി സൗഹൃദമായ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ MLA-യും MP-യെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അതിനൊക്കെ തന്നെ നിങ്ങളോടൊപ്പം എന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അധ്യക്ഷ എന്ന രീതിയിൽ ഞാനും ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബുഷ്ര MT അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂച്ചെണ്ടുകൾ നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. നാടൻപാട്ട് കലാകാരൻ റംസി പട്ടുവത്തിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. ചടങ്ങിൽ വെച്ച് സ്കൂളിലെ 22 വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബാഗ്, പുസ്തകം, കുട എന്നിവ വിതരണം ചെയ്തു. ഈ വർഷം 100ഓളം പുതിയ കുട്ടികളാണ് ജില്ലയിലെ വിവിധ ബഡ് സ്ഥാപനങ്ങളിലേക്ക് പഠനത്തിനായി എത്തുന്നത്. നിലവിൽ 19 സ്ഥാപനങ്ങളിലായി 800ഓളം കുട്ടികൾ ജില്ലയിൽ പരിശീലനം നേടുന്നുണ്ട്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള 10 മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലുള്ള 9 സ്കൂളുകളുമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. മികച്ച ഭൗതിക സാഹചര്യങ്ങളും പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനവും ഈ സ്കൂളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. മനു, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC. സുബൈദ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP. മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെരീഫ BS, ഷീബ N, അബ്ദുൽ ഷുക്കൂർ ഹാജിക KP, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഡോക്ടർ സെറീന, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സിന്ധു K, വാർഡ് മെമ്പർ M. ബാബു എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺമാരായ രേഷ്മ TP, M. രതി, പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, ജില്ലാ പ്രോഗ്രാം മാനേജർ രത്നേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അഷ്റഫ് K നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധനവിനെതിരെയും വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ സമരം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ദാസ്യ നയങ്ങളാണ് ഈ മോഡി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ വിലവർധന ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഓർമ്മിക്കും, പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം വില നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടായിരുന്നത്, കമ്പനികൾക്കല്ല. രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലം തൊട്ട് രാജ്യത്ത് സ്വീകരിച്ച നയങ്ങളുടെ ഭാഗമായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടായിരുന്നത്. 2013 അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ്, കോൺഗ്രസിന്റെ UPA ഗവൺമെന്റ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപേക്ഷിച്ചത്. അത് കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. കമ്പോളത്തിലെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുത്തു.
അന്ന് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ CITU അതിനെതിരെ പ്രതിഷേധിച്ചു. അന്ന് സമാനമായ നിലയിൽ പ്രതിഷേധമുയർത്തിയ രാജ്യത്തെ പ്രതിപക്ഷമായിരുന്നു BJP. ഈ കാസർഗോഡ് നഗരത്തിൽ അന്ന് കേരളത്തിലെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന V മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പെട്രോൾ വില നിയന്ത്രിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞ നടപടിക്കെതിരായിട്ട് സമരം സംഘടിപ്പിച്ചത്. എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പി ജാനകി, അബ്ദുൾ റഹ്മാൻ, ധന്യവാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീരത്ത് പച്ചപ്പൊരുക്കി ലോക സമുദ്ര ദിനാചരണം. NCC 32 കേരള ബറ്റാലിയൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസിന്റെയും ജീവനം പദ്ധതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കടലോരം ശുചീകരിച്ചത്. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി NCC 32 കേരള ബറ്റാലിയൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസിന്റെയും ജീവനം പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൈക്കടപ്പുറം അഴീത്തലയിൽ വിവിധ സമുദ്ര സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചു. അഴീത്തല കടലോരത്തിൽ 100-ലധികം ഭദ്രാക്ഷം കാറ്റാടി വൃക്ഷത്തൈകൾ നട്ടു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാഡറ്റുകൾ തീരത്തുനിന്ന് നീക്കം ചെയ്തു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലും വൃക്ഷത്തൈകൾ നട്ടു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ PJ വിൽസൺ സ്വാഗതവും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ കഴിഞ്ഞിമൂല നന്ദിയും പറഞ്ഞു. നഗരസഭാ കൗൺസിലർ K പ്രകാശൻ, സബ് ഇൻസ്പെക്ടർ M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ K പ്രവീൺകുമാർ സമുദ്രതീര ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിൽ ജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സാമ്പത്തിക ഞെരുക്കം ആരോപിച്ച് എല്ലാ സബ്സിഡികളും നിർത്തലാക്കാനുള്ള കേരളത്തിലെ UDF സർക്കാർ നീക്കം ഒഴിവാക്കി കാർഷിക മേഖലയ്ക്കടക്കം ലഭിക്കുന്ന സബ്സിഡി വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള കർഷക സംഘം ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തുരുത്തി നീലമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡികളില്ലാതാക്കുന്ന UDF നയം തിരുത്തണമെന്ന പ്രമേയം കർഷക സംഘം സമ്മേളനം ഉന്നയിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കർഷകന്റെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉത്പാദന ചെലവിന്റെ പകുതി കൂട്ടി ഞങ്ങൾ ഗവൺമെന്റ് എടുക്കും. ഈ ഉത്പാദന ചെലവ് എത്ര വരും ഓരോ കൊല്ലവും ഗവൺമെന്റ് കണക്കുണ്ട്. അത് വെറുതെ പറയുന്നില്ല. ഒരു കിണ്ടൽ അടുത്ത് ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരും, ഒരു കിണ്ടൽ റബ്ബർ ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരും, ഒരു കിണ്ടൽ ഏല ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരുമെന്നൊക്കെ ഓരോ കൊല്ലത്തെയും പണിക്കൂലിയുടെ വിലവർദ്ധനയുടെ അടിസ്ഥാനത്തിൽ കണക്കുണ്ട്. ഏരിയ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MP ബാലകൃഷ്ണൻ, KP വിജയകുമാർ, ഏരിയ സെക്രട്ടറി KV ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ, സംഘാടക സമിതി ചെയർമാൻ PV കൃഷ്ണൻ, M രാജീവൻ, C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, CT ശ്രീലത, പവിത്രൻ കൊടക്കൽ, KP രാമചന്ദ്രൻ, A രവീന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ, PV ചന്ദ്രൻ, VV ജാനകി, K രമണി, K രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ടൗണിനടുത്ത് വടക്കേക്കൊവ്വലിൽ മണൽ നിറച്ചെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന്റെ മതിൽ തകർത്ത് ഇടിച്ചു കയറി മറിഞ്ഞു. വ്യാപാരി വടക്കേക്കൊവ്വലിലെ CK സെയ്ദു ഹാജിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ പിറകിലിടിച്ച ടിപ്പർ ലോറി ഗേറ്റും 2 ഭാഗത്തെ മതിലുകളും തകർക്കുകയായിരുന്നു. മണ്ണ് നിറച്ച് തൃക്കരിപ്പൂർ ടൗൺ ഭാഗത്തു നിന്ന് വടക്കേക്കൊവ്വൽ വഴി നടക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ടിപ്പർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. അപകട സമയത്ത് പാതയോരത്തും വീടിന്റെ പരിസരത്തും ആളുകളില്ലാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവായത്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ടിപ്പർ ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടി ഓവുചാലിന് മുകളിലൂടെ നിയന്ത്രണം വിട്ട് വീട്ടുമതിലും ഗേറ്റും തകർത്തു മറിയുകയായിരുന്നു. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചന്ദേര പോലീസ് സംഭവ സ്ഥലത്തെത്തി. ഞായറാഴ്ചയായിരുന്നു അപകടം. ജനവാസ മേഖലയിലൂടെയുള്ള ടിപ്പർ ലോറികളുടെ അമിത വേഗത വലിയ അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രണയക്കാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിനു ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ 3ാമത്തെ ചെറുകഥാ സമാഹാരം
ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രണയകാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിന് ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ മൂന്നാമത്തെ ചെറുകഥാ സമാഹാരം ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം എഴുതുക എന്നതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഈ നാടിന് ചെയ്യാൻ കഴിയുന്നത്, അവർക്ക് ഈ നാടിനോട് പറയാൻ കഴിയുന്നത്, വരുന്ന തലമുറയ്ക്ക് മാതൃകയാകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ചില വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് എന്നതെല്ലാം തങ്ങളുടെ എഴുത്തിലൂടെ സാഹിത്യകാരന്മാർ നമുക്ക് വഴികാട്ടികളാണ്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ മാറ്റത്തിന് സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെല്ലാം സംഭാവനകളെല്ലാം നാടിന്റെ എഴുത്തുകാരിയാവാൻ ശാലിനി ടീച്ചർക്ക് കഴിയട്ടെയെന്നും നന്മയിലേക്ക് നയിക്കുന്ന എഴുത്തുകാരിയാണ് ശാലിനി വിനോദ് എന്നും ഉദ്ഘാടകൻ വി രമേശൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡാൻജോ തോമസ് ഏറ്റുവാങ്ങി. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ പുസ്തക പരിചയം നടത്തി. മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതല വികാരങ്ങളെ ഹൃദയസ്പർശിയായി പ്രതിപാദിക്കുന്ന 15 കഥകളാണ് ഹൃദയമഴയിലുള്ളത്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന ബോധ്യപ്പെടുത്തലാണ് ലളിതമായ ഭാഷയിൽ ഹൃദയമഴ വരച്ചുകാട്ടുന്നത്. എഴുത്തുകാരി ശാലിനി വിനോദ് മറുപടി ഭാഷണം നടത്തി. വേണു പള്ളയിൽ സ്വാഗതം പറഞ്ഞു. എം കുഞ്ഞമ്പു പൊതുവാൾ, എം ഗോപാലൻ, കെ വി മണികണ്ഠദാസ്, രവീന്ദ്രൻ രാവണേശ്വരം, വി അനിത, പി ചന്ദ്രിക, കെ വി മനോജ്, വി നാരായണൻ നായർ, വി ബാലൻ, ടി പത്മനാഭൻ നായർ, സന്തോഷ് കുമാർ, പി വി മനൂപ്, പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും ഇങ്ങനെ പറയുക അവർ ജീവിക്കുന്ന കാലമാണ് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂമിയുടെ ഡോക്യുമെൻ്റോ അല്ല, മറിച്ച് നിങ്ങളുടെ തലയിലുള്ള വിജ്ഞാനം മാത്രം. ഈ വിജ്ഞാനത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരാകുന്നതും തുടരുന്നതും. ഇയോൺ മസ്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് സ്വർണ്ണമൊന്നും കൊടുത്തിട്ടില്ല, മറിച്ച് അദ്ദേഹം ആർജിച്ച വിജ്ഞാനം കൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായത്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശിവശങ്കരൻ കെ അധ്യക്ഷത വഹിച്ചു. NCT രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംഘചാലക് കെ ദാമോദരൻ, ആർക്കിടെക്ട്, സംസ്ഥാന സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് സജീഷ് ചീമേനി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി പി ഗണേശൻ ഗ്രൂപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ജയകുമാർ എം സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അംബിക അരവിന്ദ് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 18 വിദ്യാലയങ്ങളിൽ നിന്നായി അധ്യാപകരും അനധ്യാപകരും സമിതി പ്രവർത്തകരുമായി 300ഓളം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതി തൂഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യം കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു. കേരള സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതി തുഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനും നീലേശ്വരം, മാവുങ്കാൽ എന്നിവിടങ്ങളിലെ ദേശീയപാതകളിൽ ആകാശപാത നിർമ്മിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്യത്തോടുകൂടി പഴയകാലത്തെ നമ്മുടെ സമുദായ സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും അവരുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന സംഘടനകളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ സമുദായ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടേറെ സമുദായ സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ സംഘടനയിലുള്ള സമുദായത്തിലുള്ള ആളുകളെ കാണുന്നതിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നമുക്ക് എങ്ങനെ ഇടപെടാം, അതുപോലെ ഓരോ സമുദായത്തിനും ഓരോ സംവരണ ആനുകൂല്യങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്നും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളുടെ കുട്ടികൾക്ക് അതിനുള്ള സ്കോളർഷിപ്പ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനുമാണ് ഈ സംഘടന മുന്നിട്ട് വന്നിട്ടുള്ളതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. 2 വർഷത്തിലൊരിക്കൽ കൂടുന്ന സമ്മേളനമാണ്. ആ 2 വർഷക്കാലം നമ്മുടെ സമുദായ സംഘടന ഏറ്റെടുത്ത് നടത്തിയ അല്ലെങ്കിൽ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനി എന്തൊക്കെ പോരായ്മകളുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ നിർദ്ദേശങ്ങൾ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പുതിയ ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു. സമുദായ ജനപ്രതിനിധികളായ അഴീക്കോട് പഞ്ചായത്ത് പ്രതിനിധി PV ഗണേഷ് ബാബു, പിലിക്കോട് പഞ്ചായത്ത് പ്രതിനിധി CM കുമാരൻ, നീലേശ്വരം നഗരസഭാ പ്രതിനിധി PM സന്ധ്യ, കാഞ്ഞങ്ങാട് നഗരസഭാ പ്രതിനിധി KM മിനിമോൾ, അജാനൂർ പഞ്ചായത്ത് പ്രതിനിധി അർജുൻ യോഗി എന്നിവരെ സംസ്ഥാന രക്ഷാധികാരി PV ബാലചന്ദ്രൻ ഗുരുക്കൾ ആദരിച്ചു. വിനീഷ് സുകുമാരൻ, PM വേണു ഗുരുക്കൾ, PM രാജൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, P ദാമോദര പണിക്കർ, MM ജനാർദ്ദനൻ, VM ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി MM ജനാർദ്ദനൻ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PY കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് രൂപീകരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിംഗിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് രൂപീകരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിംഗിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏത് മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് ഇവിടെ 1-2 കാര്യങ്ങൾ ചെയ്ത് ഈ ആധാറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെയും ഒക്കെ വിഷയത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതുപോലെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ബന്ധപ്പെട്ടപ്പോൾ പറയുന്ന വിഷയം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിൽ ഏത് തരത്തിൽ ഇടപെടാൻ പറ്റും എന്ന് തീർച്ചയായും ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ഞാൻ ഇടപെടുന്നത് ഇത് തയ്യാറാക്കി തന്നാൽ ഞാൻ എങ്ങനെ ചോദ്യമായോ അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഇതായി നിയമസഭയിലോ അല്ലെങ്കിൽ നിയമസഭയിൽ ചോദിക്കുന്നു എങ്ങനെ പറ്റുന്ന നിലയിൽ ഇടപെടാം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എന്തായാലും ന്യായമായി നിങ്ങൾക്ക് കൂടി അർഹമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണം. മേഖലയിലെ വനിതാ ജീവനക്കാരുടെയും സംരംഭകരുടെയും കൂട്ടായ്മയ്ക്കും അവകാശ സംരക്ഷണത്തിനും പുതിയ വനിതാ വിംഗ് കരുത്തുപകരുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് വനിതാ വിംഗിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി O ചിത്രലേഖയെയും ജനറൽ സെക്രട്ടറിയായി സതി അശോകിനെയും ട്രഷററായി രേഷ്മ ജയരാജനെയും വൈസ് പ്രസിഡന്റുമാരായി സവിത VK, സന S എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീദിവ്യ പരപ്പയെയും ആഷിഫ KKയെയും തെരഞ്ഞെടുത്തു. IDPWA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചിറ്റാരിക്കാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ദിനേശൻ മൂലക്കണ്ടം, ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ CM, ട്രഷറർ അബ്ദുൾ ജലീൽ MB, പുഷ്പരാജ് AC, ഇന്ദുമതി, സുകന്യ, സരിത എന്നിവരും വിവിധ മേഖലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിൽ 3 നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA, 3 പേർ പിടിയിൽ. കാസർഗോഡ് കുമ്പളയിൽ വീടിന്റെ മതിലിടിഞ്ഞു. കുമ്പള കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GLP സ്കൂളിനാണ് ഈ ദുരവസ്ഥ.
ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണൽ. കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം വലിയ പറമ്പ ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.